എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി എനിക്ക് ഇന്നലെ സ്റ്റാർ വാക്ക് 2 ആപ്ലിക്കേഷനിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. സ്റ്റാർ വാക്ക് 2 നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാനതിൻ്റെ മുന്നേ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ ഒരു കാർഡ് മേലെ പോപ്പപ്പ് ആവും. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും ആകാശത്ത് എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ട് വിചാരിച്ചോ, അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റാർ വാക്ക് കുറച്ച് മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. ഇങ്ങനെ എന്താ ഒരു മിറ്റിയോർ ഷവറോ ഇപ്പോൾ ഉൽക്കാപതനം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവരൊരു നോട്ടിഫിക്കേഷൻ അയക്കും. ഇങ്ങനെ ഇന്ന സമയത്ത് ഈ ഡേറ്റിന് ഇത് നടക്കുന്നുണ്ട്, ചാൻസ് മിസ് ചെയ്യരുത്, നിങ്ങളത് നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതാണ് വന്ന നോട്ടിഫിക്കേഷൻ. എനിക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ബോട്ടം റൈറ്റ് കോർണറിൽ നിങ്ങൾക്കൊരു മെനു കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പേജുകൾ കാണാം. അതിൽ അവർ വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലുള്ള ആകാശത്ത് എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ മൂൺ, ജൂപ്പിറ്റർ, സാറ്റേൺ അടുത്തടുത്ത് വരുന്നുണ്ട്. അതായത് നവംബർ 19 മുതൽ അങ്ങോട്ടേക്കുള്ള ഒരു 4 ദിവസം അത് വളരെ അടുത്തായിരിക്കും. ഈ ഒരു 4 ദിവസം ഉണ്ടാകുന്നത് അത് എപ്പോഴൊന്നും നടക്കില്ല, വല്ലപ്പോഴേ നടക്കുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല ചാൻസാണ് ഒരു ഫോട്ടോ എടുക്കാൻ. എന്താ പറയുക, നല്ലൊരു സബ്ജക്റ്റ് പോലെ എനിക്ക് തോന്നി. നമ്മൾ എന്താ പറയുക, കുറേ കഴിയുമ്പോൾ നമുക്കിത് ഓർത്ത് വെക്കാമല്ലോ. അതേപോലെയുള്ള വളരെ അടുത്ത് വരുന്നത് ഒരു നല്ല ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നി ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഞാനിന്ന് ടെൻറ്റും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നു. ഞാൻ ആക്ച്വലി അത് ക്ലോസ് ആയിട്ടല്ല ഞാൻ ഫോട്ടോ എടുക്കുന്നത്, ഒരു ലാൻഡ്സ്കേപ്പ് മോഡിൽ കോമ്പോസിഷനിൽ വേണ്ടത് എനിക്കിതാണ്. ഒരു ടെൻറ്റ് വേണം, നല്ല ഉള്ളിൽ ലൈറ്റ്. അതൊക്കെ ഞാൻ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആ ടെൻറ്റ് എങ്ങനെയാണ് ഗ്ലോ ആവുന്നത് എന്നുള്ളത്. പിന്നെ ഞാനവിടെ ആ ടെൻറ്റിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് പോയി നിൽക്കും. ഇത്രയേ ഉള്ളൂ കോമ്പോസിഷൻ. അപ്പോൾ നമുക്ക് ക്യാമറ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കാണിച്ചു തരാം. നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. ശരിക്കും നമുക്ക് നോക്കിയാൽ അറിയില്ല. കുറേ നേരം ഞാനിപ്പോൾ ബാഗ് അവിടെ വെച്ചപ്പോൾ ഒക്കെ നനഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭാഗ്യത്തിനൊരു ടവൽ ഞാൻ കൊണ്ടുവന്നു. അതുകൊണ്ട് ക്യാമറ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ ഞാൻ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ക്യാമറ ഞാൻ വെച്ചിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് മോഡിലല്ല, കണ്ടില്ലേ, വേർട്ടിക്കലായിട്ടാണ്. ഇങ്ങനെ വെച്ചാലാണ് കുറച്ചുകൂടി നമുക്ക് സ്കൈ കവർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഈ ടൈപ്പിലാണ് ഞാൻ ക്യാമറ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ലോ ആംഗിളിലാണ്. അപ്പോൾ ആദ്യം ഞാൻ പോയിട്ട് എൻ്റെ ടെൻറ്റ് ഇവിടെ എവിടെയെങ്കിലായിട്ട് വെക്കണം. ആക്ച്വലി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ടെൻറ്റ് നിലത്ത്. ഇതാ, അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമായിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ആദ്യം തന്നെ ടെൻറ്റ് സെറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ ആൾക്കാർ വന്നിട്ട് ടെൻറ്റ് അടിക്കുന്ന ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമൊന്നുമല്ല. അപ്പോൾ ആരെങ്കിലൊക്കെ വന്നിട്ട് വെറുതെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ വന്ന ഉടനെ തന്നെ വൈകുന്നേരം തന്നെ ടെൻറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആരെങ്കിലൊക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടെൻറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ക്യാമറ ഞാൻ ആദ്യം എല്ലാം റെഡിയാക്കി വെച്ചത്. സോ ഞാൻ ആദ്യം ആ ടെൻറ്റ് ഒന്ന് റെഡിയാക്കാൻ നോക്കട്ടെ. ഈ ഒരു ആംഗിളിലാണ് ഞാൻ ടെൻറ്റ് അവിടെ വെച്ചിട്ടുള്ളത്. ക്യാമറ അത് അവിടെ ഉണ്ട്, എൻ്റെ നേരെ മുന്നിൽ ഈ ഒരു ആംഗിളിലാണ് വെച്ചിട്ടുള്ളത്. ഈ ടെൻറ്റിന് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രീൻ കളറിലുള്ള വേറൊരു ലെയർ കൂടി ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര ലൈറ്റ് കാണില്ല. പിന്നെ ഒരു ഗ്രീൻ ലൈറ്റ് എനിക്ക് വേണ്ട, നല്ല വൈറ്റ് കളറിലാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രീൻ കളറിൻ്റെ ലെയർ കൊണ്ടുവരാതിരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ലൈറ്റ് ഞാൻ കത്തിച്ച് വെക്കാൻ പോകുന്നതെന്നുള്ള കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ടോർച്ച് കണ്ടില്ലേ, ഞാൻ ടോർച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ ടെൻറ്റിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് ഈ ടോർച്ച് എക്സാക്ട്ലി സെൻറ്ററിൽ നിലത്ത് അവിടെ അങ്ങോട്ടേക്ക് വേണ്ടോ, നിലയ്ക്ക് നല്ല ലൈറ്റ് കാണുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ടെൻറ്റ് ക്ലോസ് ചെയ്യാം. ആക്ച്വലി ഉണ്ടല്ലോ നല്ല മഞ്ഞാണ്. നിങ്ങൾക്ക് വെള്ളം കാണുന്നുണ്ട് എൻ്റെ കയ്യിൽ, നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്യാമറ ഒരു ടവൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ എൻ്റെ ടോർച്ച് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ടെൻറ്റ് നന്നായിട്ട് ഗ്ലോ ആവുന്നില്ലേ? ഇനി നമ്മൾ ടെൻറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം.
അപ്പോൾ അതിന് വേണ്ട സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഇങ്ങനത്തെ ഈ നൈറ്റ് ഫോട്ടോഗ്രാഫി എല്ലാം ലോങ് എക്സ്പോഷറാണ്. അതായത് ഷട്ടർ സ്പീഡ് വളരെ കൂടുതലായിരിക്കും, 10 സെക്കൻഡ് 15 സെക്കൻഡ്. ഇപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല കാറ്റുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഒരു നോക്കേണ്ട കാര്യം. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ടെൻറ്റ് ഇളകും. അപ്പോൾ നമ്മൾ 15 സെക്കൻഡ് എക്സ്പോഷർ ഇട്ടാൽ എന്താവും, ഇളകുന്ന ടെൻറ്റ് നമ്മളെ ഫോട്ടോയിൽ ബ്ലറായി പോകും. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ടോ, ടെൻറ്റ് നോക്കുക, ഇളകുന്നുണ്ടോ എന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തീരെ കാറ്റില്ല, ഒരു ഇച്ചിരി പോലും കാറ്റടിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു 15 സെക്കൻഡൊക്കെ എക്സ്പോഷർ ഇട്ടാലും എൻ്റെ ടെൻറ്റ് നല്ല ഷാർപ്പായിട്ടാണ് കിട്ടുക. സോ 15 സെക്കൻഡ് എക്സ്പോഷർ ഇടുമ്പോൾ നമുക്ക് ISO വളരെ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് നോയ്സ് ഇല്ലാത്ത നല്ല ഫോട്ടോ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടെൻറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ക്യാമറയിൽ 15 സെക്കൻഡ് എക്സ്പോഷർ ഇടുക. ISO ഒരു 1000 ഇട്ടാൽ മതി. അധികം ബ്രൈറ്റായി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ISO ഉണ്ടായി കഴിഞ്ഞാൽ ടെൻറ്റ് അങ്ങ് വളരെ വൈറ്റ് കളറായിട്ട് ബ്ലീച്ച് ഔട്ടായി പോകും, പൊള്ളിപ്പോവുക എന്നൊക്കെ പറയുന്ന പോലെ ആയിട്ട് അതിലൊരു ഡീറ്റെയിൽസും കാണില്ല. നമുക്കതിൽ ഡീറ്റെയിൽസ് കാണണം. ആക്ച്വലി ഈ ടെൻറ്റിൽ ചെറുതായിട്ട് ചുളിവുകളുണ്ട്, പിന്നെ അതിൻ്റെ ഒരു കമ്പിയുണ്ട്, നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുള്ള കമ്പിയുണ്ട്. അതൊക്കെ കാണണം നമുക്ക്. വെറുതെ ഒരു എന്താ പറയുക, തീഗോളം പോലെ വെളുത്ത് പൊള്ളിപ്പോകുന്ന പോലെ ആയിപ്പോയത്. അതുകൊണ്ട് ISO ഒരു 1000 മതി. പിന്നെ അപ്പർച്ചർ ഒരു 2.8 ഒന്നും ഇടണ്ട, F4 ഇടുക. F4 ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ പറയുക, നമ്മളെ ക്യാമറേൻ്റെ തൊട്ടടുത്താണ് ടെൻറ്റ് ഉള്ളത്. അതുകൊണ്ട് നല്ല ഷാർപ്പായിട്ട് കിട്ടും ഫോട്ടോ F4 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. സോ നമ്മളെ സെറ്റിങ്സ് എന്ന് പറയുന്നത് അപ്പർച്ചർ 4, ഷട്ടർ സ്പീഡ് 15, ISO 1000. ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത്. നമുക്ക് ടെൻറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓൾറെഡി നമുക്ക് ടെൻറ്റൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതാ ഷട്ടർ സ്പീഡ് 15 ആണ്. അപ്പർച്ചർ മാനുവൽ ലെൻസ് ആയതുകൊണ്ട് ഇതിൽ കാണിക്കില്ല, F4 ആണ്. ISO ഞാൻ നേരത്തെ 1000 ആണ് പറഞ്ഞത്, ഞാനിപ്പോൾ 1600 ഇടുന്നുണ്ട്. നോക്കി നോക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. പിന്നെ F4 അപ്പർച്ചർ സെറ്റ് ചെയ്തു. ഇനി ISO കുറച്ചുകൂടി കൂട്ടാം, 2500 വയ്ക്കണം എന്ന് തോന്നുന്നു, എന്നെങ്കിലേ ഇതിൽ കാണുന്നുള്ളൂ. പിന്നെ ഇനിയുള്ളത് ടൈമറാണ്. ടൈമർ ഞാൻ വയ്ക്കുന്നത് 10 സെക്കൻഡാണ്, കാരണം ക്യാമറ ഷെയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 10 സെക്കൻഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം സെറ്റായി, നമുക്കിനി ഫോട്ടോ എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ ഫോട്ടോ എടുത്തു അല്ലേ, നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ നിലത്ത് ടെൻറ്റിൻ്റെ ആ പരിസരത്തുള്ള പുല്ലൊക്കെ നല്ല കുറച്ച് വെളിച്ചത്തിൽ, ആ ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള വെളിച്ചത്തിൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഒന്ന് ഞാൻ നിൽക്കുന്നത് എടുക്കണം, പിന്നെ നമ്മളെ മൂൺ, ജൂപ്പിറ്റർ, സാറ്റേൺ. ഇപ്പോൾ ഞാനത് എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആകാശത്ത് ചെറുതായിട്ടൊരു ക്ലൗഡ് ഉണ്ട്. അപ്പോൾ ഈ പിന്നെ ക്ലൗഡ് നല്ല ഫാസ്റ്റായിട്ടാണല്ലോ മൂവ് ആവുക. അപ്പോൾ നമ്മൾ 20 സെക്കൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം ബ്ലറായി പോകും. അതുകൊണ്ട് ആ ക്ലൗഡൊന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, സമയമുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ഫോട്ടോ അത് ഞാൻ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, 15 സെക്കൻഡാണ് ഷട്ടർ സ്പീഡ് വെച്ചത്. പിന്നെ ISO ഞാനൊരു 2000 സംതിങ് വെച്ചു. അപ്പർച്ചർ F4 ആയിരുന്നു. ഇനി ഞാൻ നിൽക്കുമ്പോൾ F2.8 വയ്ക്കും. പിന്നെ ഷട്ടർ സ്പീഡ് ഞാൻ കുറയ്ക്കും. അതായത് 15 സെക്കൻഡ് എനിക്ക് അനങ്ങാണ്ട് നിൽക്കാൻ പറ്റില്ല, എനിക്കെന്നല്ല ആർക്കും നിൽക്കാൻ പറ്റില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്ക്കായി പോകും. അപ്പോൾ നമ്മളെ ഫോട്ടോയിൽ നമ്മൾ ബ്ലറായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-4 സെക്കൻഡ് ഷട്ടർ സ്പീഡ് വെക്കും. ISO നന്നായിട്ട് കൂട്ടും, അത് നോക്കണം, എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. സോ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഷട്ടർ സ്പീഡ് കുറയ്ക്കുക. കാരണം നമ്മളെയാണല്ലോ ഫോട്ടോ എടുക്കുന്നത്, നമുക്ക് 15 സെക്കൻഡൊന്നും അനങ്ങാണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് ഒരു 4-5 സെക്കൻഡിലേക്ക് വെക്കുന്നത്. ISO ഒരുപാട് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ നോയ്സ് ഇല്ലാത്ത രീതിയിൽ അത്രത്തോളം കൂട്ടുക. അപ്പർച്ചർ F2.8 ആണ്, കാരണം ഞാൻ ടെൻറ്റിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് പോയി നിൽക്കുന്നത്. 2.8 വെച്ചാലും ഞാൻ അത്യാവശ്യം ഷാർപ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് സെറ്റിങ്സ്. ഇനി ഞാൻ എൻ്റെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, ലെൻസ് ശ്രദ്ധിക്കണമെന്ന്. മഞ്ഞ് പെയ്തിട്ട് കണ്ടോ, നോക്കൂ,
ഇതാണ് ലെൻസ് എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി എടുത്തു നോക്കണം. ഇപ്പോൾ നമ്മൾ ലെൻസൊക്കെ ക്ലീൻ ചെയ്തു. ഷട്ടർ സ്പീഡ് 4 സെക്കൻഡാണ് ഇട്ടുള്ളത്. അപ്പർച്ചർ 2.8. ISO ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല. ISO നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 3200 ആണ് ഇപ്പോൾ എൻ്റെ ISO. ടെൻറ്റിനകത്ത് ലൈറ്റ് ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ആ ലൈറ്റ് കൂടി എൻ്റെ മേത്തേക്ക് അടിക്കുമ്പോൾ കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽസ് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാണ്. ഇനി നമ്മൾ ടൈമർ 10 സെക്കൻഡ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് ഓൺ ചെയ്യുക. എല്ലാം ഫോക്കസ് എല്ലാം റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്ന ഫോട്ടോ ആണ് എടുക്കാൻ പോകുന്നത്. 4 സെക്കൻഡ് ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ 2.8, ISO 3200. ഓടിപ്പോയിട്ട് ഇവിടെ നിൽക്കുക. ഓക്കെ, ഫോട്ടോ എടുത്തു. നമുക്ക് ക്യാമറയിൽ നോക്കി നോക്കാം. വാവ്, കൊള്ളാം. ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്ര കോമ്പോസിഷനിലൊന്നും ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് എനിക്ക് 3 പ്ലാനറ്റ്സ് എനിക്ക് നന്നായിട്ട് വരണം. മൂണും ജൂപ്പിറ്ററും സാറ്റേണൊക്കെ ഒരുമിച്ച് വരുന്ന ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടായിരുന്നേ ഉള്ളൂ. ഒന്ന് എന്താ പറയുക, രംഗം ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻറ്റ് ലൈറ്റ് കത്തിച്ച് വെച്ചതും ഞാനവിടെ പോയി നിന്നതൊക്കെ. സോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഈ വീഡിയോയും ഫോട്ടോയൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ, ഇത് ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, എൻ്റെ വർക്കിനെ സപ്പോർട്ട് ചെയ്യുക. സോ ഇതേപോലെ ആകാശത്ത് ഇനിയും എന്തെങ്കിലുമൊക്കെ നടക്കും, എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ സംഭവങ്ങൾ ഇനിയും നടക്കും. നമ്മളെ സ്റ്റാർ വാക്ക് നമ്മളെ അറിയിക്കും. അപ്പോൾ ക്യാമറയും ബാഗൊക്കെ തൂക്കിയിട്ട് ഞാൻ ഇരുട്ടിലേക്ക് ഇറങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം കാണാം. ബൈ.